നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് സ്ഥലം കൊടുത്തത് 1960-കളിൽ അത് ഉണ്ടായപ്പോൾ തന്നെ ഇവിടെയുള്ള ആളുകളാണ്. അപ്പോൾ അത്രയും ആളുകൾ കൊടുത്തൊരു സ്ഥലമാണത്. പക്ഷേ സങ്കടം എന്താ വെച്ചാൽ ഈ നാട്ടുകാർക്ക് യാത്ര ചെയ്യാനുള്ള നല്ലൊരു വഴി പോലും ഇത്രയും കാലമായിട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത് വളരെ ഒരു ഓട്ടോറിക്ഷ പോലും നമുക്ക് വിളിച്ചാൽ വരാത്തൊരവസ്ഥ ഉണ്ട് ഇവിടെ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ നല്ലൊരു കൂടുതൽ എണ്ണമുള്ള ആളുകളുണ്ട്. ഇവരെല്ലാവരും സ്കൂളും ഹെൽത്ത് സെൻ്ററും മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഈ വഴിയാണ് ഉപയോഗിച്ചിരുന്നത്, ഈ ഫോക്ലോർ ഡിപ്പാർട്ട്മെൻ്റ് അടുത്ത് കൂടെയുള്ള വഴി. അപ്പോൾ അതിപ്പോൾ ഇനി അടച്ചു പൂട്ടാന്നാണ് കേൾക്കുന്നത്. പക്ഷെ അതൊരു വളരെ ശരിയായിട്ടുള്ളൊരു നടപടിയല്ല എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. നാട്ടുകാർക്ക് അതിലൂടെ പോകാനുള്ളൊരു വഴി ഉണ്ടാവുന്നതിൽ യാതൊരു തെറ്റുമില്ല. യൂണിവേഴ്സിറ്റി മുഴുവനായിട്ടും പല സ്ഥലത്തുമായിട്ട് യൂണിവേഴ്സിറ്റീൻ്റെ നടുക്ക് കൂടെ റോഡുകളൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ മാത്രം വേണ്ട എന്ന് പറയുന്നതിൽ അത്ര വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഏതായാലും പല സ്ഥലങ്ങളിലും ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെക്ക് പോസ്റ്റുള്ള സ്ഥിതിക്ക് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ആവാം. രാവിലെ ഇതുവരെ ചെയ്തിരുന്ന പോലെ തന്നെ രാവിലെ തുറക്കാം, വൈകുന്നേരം ആകുമ്പോഴേക്ക് അടയ്ക്കാം. അതുവരെ ആളുകൾക്ക് അത് ഉപയോഗിക്കാൻ സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ ആക്കിയാൽ നന്നായിരുന്നു എന്ന് തോന്നുന്നു. ഇനി നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ അകത്തുള്ള ഹെൽത്ത് സെൻ്റർ, സ്കൂള് പോലുള്ള സംവിധാനങ്ങളൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാവും എന്നാണ് അഭിപ്രായം. അപ്പോൾ സാറിന് എന്താ അതിനെക്കുറിച്ച്? തീർച്ചയായും ഇവിടെ നമുക്ക് നമ്മൾ യൂണിവേഴ്സിറ്റി ഏതായാലും ഹെൽത്ത് സെൻ്റർ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല സൗകര്യപ്രദ രീതിയിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് അവിടെ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തുള്ളവർക്ക് നല്ല ബുദ്ധിമുട്ടാണ്. ഈ ചെക്ക് പോസ്റ്റ് ഇല്ലാതെ വരികയാണെങ്കിൽ കറങ്ങി നാട് മുഴുവൻ ചുറ്റിയിട്ട് ഹെൽത്ത് സെൻ്ററിലേക്കൊക്കെ എത്തേണ്ട ഒരു അവസ്ഥ വരും. കുട്ടികൾക്ക് സ്കൂളിൽ നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ, ഒരു 1/2 കിലോമീറ്റർ 3/4 കിലോമീറ്റർ ഉണ്ടാവാം. പക്ഷെ ഇത് അടച്ചു കഴിഞ്ഞാൽ അവർ ഏകദേശം ഒരു 3-4 കിലോമീറ്റർ അഡീഷണൽ ആയിട്ട് നടക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് അത് ഒരു ചെക്ക് പോസ്റ്റ് വെച്ചിട്ട് തുറക്കുന്ന അടയ്ക്കുന്ന രീതിയിലാക്കുന്നതായിരിക്കും നന്നാവുക. ഓക്കെ സാർ, ഓക്കെ. ഞങ്ങളോട് പ്രതികരിച്ചതിന് നന്ദി. താങ്ക് യു. നമ്മളിപ്പോൾ ആ ലൊക്കേഷനിലാണ് ഉള്ളത്. ഈ ഭാഗത്തു നിന്നുള്ള ഈ റോഡ് കാലങ്ങളായി നമ്മൾ യൂസ് ചെയ്തതായിരുന്നു. ഇപ്പോൾ ഇതാ ഇവിടെ കല്ലൊക്കെ ഇറക്കിയിട്ടുണ്ട്. ചെക്ക് പോസ്റ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആവും, വൈകിട്ട് ക്ലോസ് ചെയ്യും. ഇത് കണ്ടിന്യൂ ചെയ്യണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും അധികാരികളുടെ ഭാഗത്തു നിന്ന് നല്ലൊരു സപ്പോർട്ട് ഉണ്ടാവും തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഓക്കെ, താങ്ക് യു. നമസ്കാരം. നമ്മൾ ഇപ്പോൾ ഉള്ളത് ശ്രീ നീലകണ്ഠൻ അവരുടെ വീട്ടിലാണുള്ളത്. നമുക്ക് ഈ റോഡ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അത് നമുക്ക് ഈ റോഡ് വളരെ കാലം എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വെച്ച നമ്മൾ ഈ റോഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഞാൻ മാത്രം നമ്മളിവിടെ പടിഞ്ഞാറ് ഭാഗത്തുനിന്നൊക്കെ ആൾക്കാർ ഒന്നായിട്ട് പോയിട്ട് യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ എഞ്ചിനീയറിംഗ് സെക്ഷൻ്റെ മുന്നിൽ കൂടെ ഇടവഴിയാണ്. ആ ഇടവഴി മെയിൻ റോഡിലേക്കാണ് കയറുകയാണ്. അതാണ് ഈ പിന്നെ നമ്മൾ ആ കാലത്തെ കുട്ടിക്കാലത്ത് വിദ്യാലയത്തിലേക്ക് റേഷനറി വാങ്ങാനൊക്കെ അങ്ങ് ഇവിടും ഭാഗത്തുനിന്നുള്ള ആൾക്കാർ അങ്ങനെ നടന്ന് അങ്ങനെ പോവുക. ആ പോണ വഴി ഈ വഴി പറഞ്ഞാൽ അന്ന് തൊട്ടേ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇവർ അടയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ട് ഇവിടെയുള്ള ഈ ഭാഗത്തുള്ള ആൾക്കാർക്ക് വരും. കാരണം വെച്ചാൽ ഇഷ്ടംമാതിരി കുട്ടികൾ, ഒരു 100ൻ്റെ പുറത്ത് കുട്ടികൾ ഇവിടുന്ന് യൂണിവേഴ്സിറ്റി ഹൈസ്കൂളിലേക്കും +2 സ്കൂളിലേക്കും പോകുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഹെൽത്ത് സെൻ്റർ, മൂന്നാമത്തത് റേഷൻ കട പറഞ്ഞപ്പോൾ ഇവിടുന്ന് പോയിട്ട് അവിടേക്ക് എത്തി, കോഹിനൂരിലേക്ക് അങ്ങനെ എത്തിയല്ലോ. അപ്പോൾ റേഷൻ കടയിലേക്ക് പോകണം. പിന്നെ ബസ് സ്റ്റോപ്പ്, മെയിൻ ബസ് സ്റ്റോപ്പുമ്പോൾ അവിടെയാണ്. ആ ബസ് സ്റ്റോപ്പിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ തന്നെ നടന്ന് തന്നെ പോകണം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ റോഡായി പോയിരുന്നേ. കാരണം വെച്ചാൽ പണ്ട് ഇവിടുന്ന് പറഞ്ഞ ആൾക്കാർ വെറും നടത്തല്ലേ, ഒരു സൈക്കിൾ പോലും ഇല്ലാത്ത ആൾക്കാർ നടന്നു പോയിരുന്ന വഴിയാണ്. ഈ വഴി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങൾ നമുക്കുണ്ടാവും.
പിന്നെ ഇതിപ്പോൾ അങ്ങനെയായി. ഇപ്പോൾ ഒരു റിംഗ് റോഡ് ഇപ്പോൾ മതിൽ കെട്ടി ക്യാമ്പസ് അടച്ചുറപ്പാക്കാനുള്ള പദ്ധതിയായി കോടതി ഉത്തരവൊക്കെ ആണെന്ന് പറയുന്നുണ്ട്. അതായിക്കോട്ടെ, അതിന് നമ്മൾ ആർക്കും അതിന് ബുദ്ധിമുട്ടില്ല, ആർക്കും അതിന് തടസ്സമില്ല. ക്യാമ്പസ് അടച്ചുറപ്പായിക്കോട്ടെ. പക്ഷെ നമുക്ക് ഇത് വരുന്ന റിംഗ് റോഡ് ഉണ്ടല്ലോ, അത് സർവീസ് ആക്കി കിട്ടിയാൽ മതി. ഇതിപ്പോൾ ഈ കഴിഞ്ഞ വർഷത്തെ എല്ലാം കൂടി ആകെ കുണ്ടുകുഴിയായിട്ട് ഈ റോഡിൽ കൂടെ പോകാൻ തന്നെ വയ്യ, ആ അവസ്ഥയാണ്. ഇങ്ങനെയുള്ള അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഒരു അടച്ചുറപ്പാക്കാന്ന് പറയുമ്പോൾ നമുക്ക് ഇത് നടന്നു പോകാനുള്ള ഒരു വഴി നമുക്ക് കിട്ടണ്ടേ? എന്തെങ്കിലും നമുക്ക് പോകാനുള്ളൊരു പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പോകാനൊരു മാർഗം വേണ്ടേ? ഒരു വണ്ടി റിംഗ് റോഡ് കൂടെ പോകാൻ യാതൊരു രക്ഷയില്ല. അപ്പോൾ റിംഗ് റോഡ് ഒരു ടാർ എന്ത് ചെയ്തു തന്നാൽ അത് പകുതി ഇത് കുറയും. പകുതി ഭാഗം നമുക്ക് ബുദ്ധിമുട്ട് കൊണ്ട് ഒരു ചെയ്യാണ് വരും. പിന്നെ മാത്രമല്ല, ഇവർ ഇപ്പോൾ അവിടെ ഗേറ്റ് വെച്ചിട്ടുണ്ട്. രാവിലെ ഒരു തുറക്കുന്നുണ്ട്, വൈകുന്നേരം പൂട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ അന്നേരത്ത് ആർക്കും ഒരു തടസ്സവും ബുദ്ധിമുട്ടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു സെക്യൂരിറ്റി ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ അവിടെ രാവിലെ തുറക്കുക, വൈകുന്നേരം അടയ്ക്കുക. അങ്ങനെ ചെയ്യണതിന് നമുക്കൊരു ബുദ്ധിമുട്ടില്ല, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യമില്ലേ. ഇപ്പോൾ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രൂപം കൊണ്ടത് 1968 എന്നാണ് എൻ്റെ ഓർമ്മ. എനിക്ക് 4 വയസ്സുള്ള സമയത്ത്. അതിനു മുമ്പ് ഇവിടെയുള്ള പ്രായം ചെന്ന ആൾക്കാരെല്ലാവരും റേഷൻ ഷാപ്പിലേക്ക് നടന്നു പോയിരുന്ന വഴിയാണ് ഇപ്പോൾ ഈ ഫോക്ലോറിൻ്റെ സൈഡിലൂടെയുള്ള റോഡിൻ്റെ സ്ഥലം. അത് ഇന്ന് കുട്ടികൾ സ്കൂളുകളിലേക്ക് പോകാനാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ക്യാമ്പസിനകത്താണ് നഴ്സറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനമുള്ളത്. കൂടാതെ ഹെൽത്ത് സെൻറ്റർ, പോസ്റ്റ് ഓഫീസ്, റേഷൻ ഷോപ്പ് ഇതെല്ലാം ഇതിലൂടെ പോയെങ്കിലാണ് എളുപ്പവഴിയാകുന്നത്. ഈ പറയുന്ന ഹെൽത്ത് സെൻറ്റർ ആയാലും ഹെൽത്ത് സെൻറ്റർ ആവശ്യമുള്ള സമയത്തേ പോവുള്ളൂ. അതുപോലെ റേഷൻ ഷോപ്പ് ആഴ്ചയിൽ ഒരിക്കലേ പോവുള്ളൂ. പോസ്റ്റ് ഓഫീസും ആവശ്യത്തിന് ഉണ്ടെങ്കിലേ പോവുള്ളൂ. പക്ഷേ സ്കൂൾ അതല്ലല്ലോ. സ്കൂൾ റെഗുലറായിട്ട് ഈ പിഞ്ചു മക്കൾ പോകുന്ന വഴി യൂണിവേഴ്സിറ്റി അധികൃതർ കുട്ടി അടയ്ക്കുകയെന്ന് പറഞ്ഞാൽ അത് പ്രതിഷേധാർഹം തന്നെയാണ്. അത് നാട്ടുകാരായ നമ്മളെല്ലാവരും അതിൽ പ്രതിഷേധിക്കുന്നുണ്ട്, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ. മാത്രമല്ല, അല്ലെങ്കിൽ 3/4 കിലോമീറ്റർ കൊണ്ട് എത്തുന്ന സ്ഥലത്തേക്ക് 2-2.5 കിലോമീറ്റർ ദൂരം ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ സഞ്ചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ജനദ്രോഹ നടപടിയല്ലേ? അപ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കടമയാണ്, നാട്ടുകാർ എന്നുള്ള നിലക്ക്. അതിന് ഞങ്ങൾ ഇപ്പോൾ എം എൽ എനെ വരെ ഞങ്ങൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞു. ഇനി അതിന് മുകളിലേക്കും ആവശ്യമെങ്കിൽ ഞങ്ങൾ ആ വഴിക്ക് തന്നെ പോകും. അത് ഞങ്ങളുടെ അവകാശമാണ്. അത് നേടിയെടുക്കുന്നവരെ എന്തായാലും ഞങ്ങൾ ഈ കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് ഇവിടെ ശപഥം ചെയ്യുകയാണ്. ഈ വിഷയത്തിൽ നാട്ടുകാരെന്നുള്ള രീതിയിലും സർവകലാശാല ജീവനക്കാരൻ എന്നുള്ള രീതിയിലും എനിക്കറിയാൻ പറ്റിയത്, നമ്മുടെ ഈ ചെയിൻ ലിങ്ക് ഫെൻസിങ് എന്ന് പറയുന്ന ലിങ്ക് റോഡിൻ്റെ മതിലിൻ്റെ മുകളിലൂടെ അത് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് എൻജിനീയർ ഇറക്കിയ ഓർഡറിൻ്റെ ബേസിലാണ് ഈ നമ്മുടെ ബാരിയർ അടയ്ക്കാൻ തീരുമാനമായത്. അതിൻ്റെ ബേസിൽ ആദ്യം അധികാരികളെ നമ്മുടെ എല്ലാ രാഷ്ട്രീയ സംഘടനകളും നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്. അതിൻ്റെ ശേഷം ജീവനക്കാരുടെ പ്രതിനിധി എന്നുള്ള രീതിയിൽ ഞങ്ങൾ വൈസ് ചാൻസലറെ നേരിട്ട് പോയി കാണുകയുണ്ടായി. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് അറിയാൻ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, ദീപ്തി കൾച്ചർ ഭാഗത്തു നിന്നും ചെനക്കണ്ടി ഭാഗത്തേക്കുള്ള റോഡ് ആദ്യഘട്ടത്തിൽ ഈ ഫെൻസിങ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് പെർമനൻ്റ്ലി അടച്ചിടാനാണ് തീരുമാനം. അത് സർവകലാശാലയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അതിലുപരി ഞാനടക്കമുള്ള ഇവിടെ ഞാൻ ജനിച്ച അന്ന് മുതൽ നമ്മളെ സ്കൂൾ ക്യാമ്പസുകളിൽ നടന്നിട്ടാണ് പോകുന്നത്. ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള പ്രായമുള്ള ആളുകളും കുട്ടികളും അവർക്കൊക്കെ സുരക്ഷിതമായിട്ട് പോകാൻ പറ്റിയൊരു ഇടമാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി സർവകലാശാല ക്യാമ്പസ്. അപ്പോൾ പെട്ടെന്നൊരു ബ്ലോക്ക് വരിക അല്ലെങ്കിൽ ഈ ഒരു മാർഗ്ഗ തടസ്സം വരിക എന്നുള്ളത് വളരെയധികം പ്രയാസം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിലൊന്ന് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ, ഈ ലിങ്ക് റോഡ് ഇപ്പോഴത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ
ഒരാൾക്കും വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പോൾ അത് ക്ലിയർ ആയതിന് ശേഷം ഈ പറയുന്ന ഫെൻസിങ്ങും കാര്യങ്ങളടക്കമുള്ള സർവകലാശാല സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചോട്ടെ. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാനുള്ളത്, ഇത് ജനങ്ങൾ മാത്രം, ഇവിടുത്തെ നാട്ടുകാർ മാത്രം പറഞ്ഞുകൊണ്ടായില്ല എന്നുള്ളൊരു ഇതുണ്ട്. കാരണം ഇവിടുത്തെ വാർഡ് മെമ്പർ അടക്കം പഞ്ചായത്ത് തലത്തിൽ ഇടപെട്ട് MLA തലത്തിൽ അത് അധികാരികളുടെ ലെവലിലേക്ക് ജനങ്ങളുടെ ശബ്ദമായി അവരുടെ അവകാശങ്ങളല്ല എന്തു പറയുക, ഇതുവരെ നടന്നുകൊണ്ടിരുന്ന ഈ ഒരു ഇതിന് വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് MLA വരെയുള്ള ആളുകൾ യൂണിവേഴ്സിറ്റി അധികാരികളോട് ബോധിപ്പിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നുള്ളൊരു അപേക്ഷ എൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഞങ്ങൾക്കിപ്പോൾ യൂണിവേഴ്സിറ്റി ഇത് കിട്ടിയതിന് ശേഷം ഞങ്ങൾക്ക് വണ്ടി കൊണ്ടുപോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഈ റോഡിൻ്റെ അവസ്ഥ ഇനിയിപ്പോൾ അധികാരികളൊക്കെ ഏറ്റെടുത്തിട്ട് ഇത് ടാർ ചെയ്ത് കിട്ടുകയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. അതേപ്പോൾ എനിക്ക് പറയാനുള്ളത്. ഈ റോഡ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി വന്ന സമയം മുതലുള്ള റോഡാണ്. അതിന് ശേഷം നമ്മൾ ഈ ഭാഗത്തുള്ള വീട്ടുകാരാണ് പൈസ കൊടുത്തിട്ട് നടക്കാൻ വേണ്ടി, വണ്ടി പോകാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ക്യാഷ് പിരിപ്പിച്ചിട്ട് റെഡിയാക്കിയത്. അതിന് ശേഷം ഇവിടെ അടുത്ത് ഒന്നും കൂടി തീരെ ബൈക്കിന് പോലും പോകാൻ പറ്റാത്ത രീതിയിലായതുകൊണ്ട് വീണ്ടും JCB വിളിച്ചിട്ട് നമ്മൾ തന്നെ ക്യാഷ് പിരിപ്പിച്ച് ഇപ്പോൾ റെഡിയാക്കി കഴിഞ്ഞ ആഴ്ചയിൽ. അപ്പോൾ യൂണിവേഴ്സിറ്റിൻ്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ സൈഡിൽ നിന്നോ മുൻകൈ എടുത്തിട്ട് വണ്ടികൾക്ക് പോകാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ റെഡിയാക്കി കൊടുക്കണം. അതാണ് എനിക്കും പറയാനുള്ളത്. മതിൽ കെട്ടണതിൻ്റെ മുന്നേ മതിൽ കെട്ടണമെന്ന റോഡായി കഴിഞ്ഞാൽ അതിലൊരു ഭാരമായി കിട്ടും. റോഡ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് യാത്രക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്ങനെ വണ്ടിയായിട്ട് പോകാനും എല്ലാ കാര്യങ്ങൾക്കും, എന്തെങ്കിലും എമർജൻസിക്ക് പോകാൻ പോലും ഈ റോഡിലൂടെ പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പെട്ടെന്ന് ശരിയാക്കി കിട്ടിയാൽ നന്നായിരുന്നു. നമുക്ക് ഈ റോഡ് യൂണിവേഴ്സിറ്റിൻ്റെ കാലം മുതലുള്ള റോഡാണ് ഈ രീതിയിൽ. ഇപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിൻ്റെയോ ഒരു സൈഡിൽ നിന്ന് പോലും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു വികസനം പോലും വന്നിട്ടില്ല ഇത്രയും വർഷങ്ങളായിട്ട്. പണ്ട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും കിടക്കണേ. ഇവിടെ പഞ്ചായത്തിൻ്റെതായാലും ഒരു വികസനങ്ങളും പ്രത്യേകമായിട്ടൊന്നും നടന്നതായിട്ട് കാണുന്നില്ല. വണ്ടി അതിൻ്റെ പണ്ട് മുതൽക്കുള്ള റോഡിൽ ഇത് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നൊന്നും പുതുതായിട്ടൊന്നും ചെയ്തതായിട്ട് കാണുന്നില്ല. ഈ ഭാഗത്ത് പണ്ട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇത് കിടക്കുന്നത്. ഇവിടെ അത് ശരിയാക്കിയത് പറഞ്ഞാൽ ഇവിടുത്തെ കുറച്ച് വീട്ടുകാർ കാശ് പിരിച്ചുകൊണ്ട് ചെയ്ത അതേ നടക്കുന്നുള്ളൂ. പഞ്ചായത്തിന്റെ സൈഡിൽ നിന്നും കൂടി കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ നന്നായിരുന്നു.